ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളുള്ളത് കോന്നിയിലാണ്. കോന്നി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ വട്ടം ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. കോന്നിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനെ ആരും കാണാതെ കിടക്കുന്ന പ്ലേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യാനാണ് നമ്മൾ ഈ വട്ടം ആലോചിക്കുന്നത്. കോന്നിയോട് ഞങ്ങൾക്ക് വേറെ ബന്ധമുണ്ട്. ജിത്തുവിൻ്റെ വീട് കോന്നിയാണ്. ജിത്തു ഉണ്ട് നമ്മളൂടെ. നമ്മുടെ പൊന്നായുണ്ട്, ജിത്തുവിൻ്റെ ചേച്ചിയുടെ മോനാണ്, അവനും ഉണ്ട് നമ്മളൂടെ. അപ്പോൾ നമ്മളിന്ന് കോന്നി ഇപ്പോൾ ഉള്ളത് കോന്നി ആനത്താവളത്തിലാണ്. അപ്പം കോന്നി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കോന്നി ആനത്താവളം ഫേമസ് ആണ്. അപ്പം ആ കോന്നി ആനത്താവളത്തിലാണ് നമ്മളത് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം കോന്നി ആനത്താവളത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, നമുക്കിവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് ബസ് വരെ കൊണ്ടുവന്നാലും പാർക്ക് ചെയ്യാനുള്ള വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. സോ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു മരം ഇങ്ങനെ വളച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതൊരു രസമുണ്ട് കേട്ടോ. ഒരു ആർച്ച് പോലെ മരം ഇങ്ങനെ വളച്ച് വെച്ച് സെറ്റ് ചെയ്തേക്കുന്നു. പക്ഷേ കൊള്ളാം കേട്ടോ, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കൊള്ളാം കേട്ടോ. ഇതിന് അടിയിൽ കൂടി ഇങ്ങനെ കയറി നമ്മൾ നേരെ വന്ന് കാണുന്നത് നമ്മുടെ ആനക്കൂട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ കയറി വരുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ആനക്കൂട്. 1942 സ്ഥാപിതമായതാണ് ആനക്കൂട്. ഏകദേശം ഇതൊരു 9 ഏക്കർ അല്ലേ, 9 ഏക്കറിലാണ് ഇത് വിസ്തൃതിപ്പെട്ട് കിടക്കുന്നത്. അതായത് പല നമ്മുടെ ആനക്കേരളത്തിൽ ഇപ്പോൾ അടക്കി വരുന്ന പല ആനകളെയും ട്രെയിൻ ചെയ്യിച്ച ഒരു കൂടാണ്. നമ്മുടെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ, നമ്മുടെ തൃക്കടിയൂർ ശിവരാജു, നമ്മുടെ മലയാളപ്പുഴ രാജൻ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മെയിൻ ആനകളൊക്കെ ട്രെയിൻ ചെയ്യിച്ച് ഇവിടെ നിറക്കൊണ്ട് പോയിട്ടുള്ള ഒരു കൂടാണിത്. ഏകദേശം നമുക്ക് 6 ആനകൾ ഒരേ സമയം ഇന്നൊരു ട്രെയിൻ ചെയ്യാൻ പറ്റും. അതിൽ പല ഇത് നിർമ്മിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പകം എന്നൊരു തടിയിലാണ്. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടൊരു തടിയാണ്, ചെതലെടുക്കാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നത് കൊച്ചയ്യപ്പനായിരുന്നു. ഇപ്പോൾ നമുക്ക് കൊച്ചയ്യപ്പനെ കാണാം. നേരെ മേളിൽ ചെല്ലുമ്പോൾ കാണാം 1.5 വയസ്സിലൊക്കെ ഉള്ളൂ. അത് നമുക്ക് കൂട്ടം തെറ്റി കിട്ടിയ ഒരു ആനയാണ്. അപ്പോൾ അതിടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒത്തിരി ആനകൾ, അതായത് നമ്മുടെ ഒത്തിരി എന്താ പറയുക, നമ്മുടെ ഗിന്നസ് റെക്കോർഡുള്ള നമ്മളിപ്പം കോട്ടൂർ ആനത്താവളത്തിൽ റിട്ടയർമെൻറ്റ് ലൈഫ് ആഘോഷിക്കുന്ന കോന്നി സോമനാണ് ഇവിടുത്തെ ഒരു സമയത്ത് ഏറ്റവും വലിയ താപ്പാന എന്ന് പറയുന്നത്. കൊലകൊല്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമസ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുള്ള ആനയെ വരെ ഓടിച്ചിട്ടുള്ളൊരു ആനയാണ് സോമൻ. ഇപ്പോഴത്തെ യങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കുക, ആനക്കേരളത്തിൻ്റെ യങ് സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന കോന്നി സുരേന്ദ്രൻ ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ന്യൂസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള PT2, അത് PT2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആനകൾ, അതായത് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകളെ ഓരോ നമ്പർ ഇട്ടോ അങ്ങനെ ഒരു പേരിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ PT2 എന്ന് പറയുന്ന ആന, അതായത് ബത്തേരിയിൽ ഇപ്പോൾ ടൗണിലൊക്കെ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കി PT2നെ ഓടിക്കാൻ വേണ്ടി ഇവിടുത്തെ, അതായത് കോന്നിയുടെ സ്വന്തം സുരേന്ദ്രനാണ് പോയിരിക്കുന്നത്. കോന്നി സുരേന്ദ്രൻ ഒരിക്കലും ഒരു 4-5 വർഷം മുമ്പ് ഇവിടുന്ന് കുങ്കി പരിശീലനത്തിന് വേണ്ടി നമ്മുടെ മുത്തങ്ങയിലേക്ക് പോയത്. മുത്തങ്ങയാണ് ഇപ്പം ബത്തേരിയിലേക്കുള്ള ഓരോ ഡ്യൂട്ടി ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല ആനകളെ ട്രെയിൻ ചെയ്യിച്ച് വളരെ പ്രസിദ്ധമായ കോന്നി ആനക്കൂടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ നമുക്കിവിടെ കുറച്ച് വേറെ ആനകളോടുണ്ട്. നമുക്ക് ആനകളെയൊക്കെ കാണണം, അവരുടെ വിശേഷങ്ങൾ അറിയണം. അപ്പം സ്റ്റേ ട്യൂൺ. നേരെ ആനക്കൂടിന് അവിടെ നേരെ നമ്മൾ വരുന്നത് ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ്. ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി കളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ അത് പറയുന്നതിന് മുമ്പ് ഇവിടെ പുതിയൊരു നിർമ്മിതിയുണ്ട്. അതായത് കുട്ടി ആനകൾക്ക് കുളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ചെറുതായിട്ട് പണി കഴിപ്പിച്ച ചെറിയൊരു കുളം പോലെ. കാരണം അത് അവർക്ക് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി താഴെ വന്നാൽ ഇവിടെ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. കുട്ടിയാനുള്ള സമയത്ത് വെള്ളം നിറച്ച് വെള്ളത്തിൽ അവർക്ക് കുളിക്കാനും അവരുടെ കാടിനോടിണങ്ങി എങ്ങനെയാണോ അവർ താമസിച്ചത് അതുപോലെ താമസിക്കാൻ പറ്റിയൊരു സൗകര്യം അവരിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്.
ഇത് കോന്നി റിസർവിൽ ആദ്യത്തെ റിസർവ് വനത്തെപ്പറ്റി പറയുന്നൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് കവർ ചെയ്യുന്ന ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ പോകുന്നതായിരിക്കും നമ്മുടെ ഈ സീരീസിൽ, കോന്നി സീരീസിൽ. അടുത്തായിട്ട് ഇപ്പോൾ കോന്നി ഡിവിഷനിലെ തേക്ക് തോട്ടത്തിൽ ഉറപ്പായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. തേക്ക് തോട്ടങ്ങളുടെ വീഡിയോ ഒക്കെ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മേളിൽ ആനകളെ കെട്ടിയെടുക്കുന്നിടത്തോട്ട് പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു ചെറിയൊരു അശോകവനം കാണാം. അശോക മരം കൊണ്ട് നടത്തിയ അശോകവനം. അപ്പോൾ അശോകവനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കോന്നി ആനക്കൂടിൽ ഇപ്പം പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ പുറകെ കാണുന്ന ഒരു വയസ്സുകാരനാണ്. ഈ ഒരു വയസ്സുകാരൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളി കൂട്ടം തെറ്റിപ്പോയതാണ്. അതായത് അമ്മയുടെയും കൂട്ടുകാരോടൊക്കെ നടന്ന് വന്ന് പക്ഷേങ്കിൽ അങ്ങുമൊഴി ഫോറസ്റ്റ് റേഞ്ച് ചെന്നപ്പോൾ കൂട്ടം തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ തിരിച്ച് കാട്ടിലേക്ക് വിടാൻ നോക്കി, പക്ഷേ പോയില്ല. അങ്ങനെ വനംവകുപ്പ് ഏറ്റെടുത്ത് ഇപ്പോൾ ഇവിടെ സംരക്ഷിച്ചു. 1 വർഷമായിട്ട് ഇപ്പം കോന്നിയിലുണ്ട് ആൾ. ഇവിടെ വരുന്ന സഞ്ചാരികളുടെ എല്ലാം പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഈ കൊച്ചയ്യപ്പനാണ്. കണ്ട കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് നമ്മുടെ ഇവ നിൽക്കുന്നുണ്ടോ. ഇവയ്ക്ക് 20 വയസ്സെന്നാണ് പറയുന്നത്, പക്ഷേ എനിക്ക് തോന്നുന്നില്ല 20 വയസ്സാണ്. കാരണം വെച്ചാൽ ഞാൻ പണ്ട് തൊട്ട് വരുമ്പോഴും ഈ ബോർഡിൽ 20 വയസ്സാണ്. അപ്പം എങ്ങനെയായാലും ഒരു 25-26 വയസ്സിനടുത്തോളം ഇവയ്ക്ക് പ്രായമുണ്ട്. അത് മലയാറ്റൂർ ഡിവിഷനിലെ കൊടനാട് റേഞ്ചിൽ നിന്നും ഈറുമുഖത്ത് നിന്ന് 2003 ലഭിച്ച ആനയാണ്. 2003 തൊട്ട് കിട്ടിയ ആനയാണ് ഇവ ഇവിടെ ഉണ്ട്. വർഷങ്ങളായിട്ട് കോന്നി ആനത്താവളത്തിൻ്റെ സമ്പത്താണ്. ഇവയുടെ അയൽവക്കത്തുള്ള നമുക്ക് പ്രിയദർശിനിയാണ്. പ്രിയദർശിനിക്ക് 38 വയസ്സെന്നതിനകത്ത് എഴുതിയേക്കുന്നത്. പ്രിയദർശിയുടെ വിശേഷം കാണാൻ പോയി. കോന്നി ഡിവിഷനിൽ തന്നെ കിട്ടിയ ആനയാണ് പ്രിയദർശിനി. മണ്ണാർപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്ന് 1992 ലഭിച്ച ആനയാണ് നമ്മുടെ സ്വന്തം പ്രിയദർശിനിയാണ് ഇപ്പോഴത്തെ സീനിയർ സിറ്റിസണടുത്ത്. ഇതേ പ്രിയദർശിനി അതിൻ്റെ ഗ്യാപ്പിൽ ഒരു പുല്ലുണ്ടായിരുന്നു, അടിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതേ പ്രിയദർശിനി പുറത്ത് കൊണ്ടുപോകണം. അതെ, പുറത്ത് കൊണ്ടുപോകണം. പ്രിയദർശിനി പുറത്ത് പോവാണ്. നോക്കട്ടെ എവിടെ പോകാന്നേ. പ്രിയദർശിനി എവിടെ പോവാണ് അറിയത്തില്ല. ഏതായാലും പ്രിയദർശിനി പുറത്തിറങ്ങിയിട്ടുണ്ട്, നടന്നു പോകുന്നു. നമുക്ക് വേണമെന്ന് പോകാൻ കൂടെ. ആരും അധികം കോന്നി ആനത്താവളത്തിൽ നിന്ന് കാണാത്തൊരു കാഴ്ച കാണാൻ ഞങ്ങൾ പോകട്ടോ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ജസ്റ്റ് പോയി നോക്കാം.